എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 1-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയല്ല, അതായത് 2 മണിക്കകം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ്. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. പിന്നീട് പാസ്വേഡ്, അതുപോലെ ഇവിടെ കാണുന്ന ജസ്റ്റ് ഒരു കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. ജസ്റ്റ് അത് നൽകുക. അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു റിഫ്രഷ് ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കോഡ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 തരത്തിൽ അല്ല 3 തരത്തിലാണ് അഡ്മിഷൻ, അതായത് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുക. അതായത് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം ലഭിക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിൽ, അത് സെയിം സ്കൂളിൽ തന്നെ പക്ഷേ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായി എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതിയാകും. എന്നാൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കല്ല മറ്റൊരു സ്കൂളിലേക്കാണ് മാറ്റം ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, PTA ഫണ്ട് ഇതൊക്കെ വാങ്ങിച്ച് പുതിയ സ്കൂളിൽ പോവുകയാണ് ചെയ്യേണ്ടത്. അഡ്മിഷൻ ഫീസ് നിങ്ങൾ മുൻപ് അടച്ച സ്കൂളിൻ്റെ ഒരു റെസിപ്റ്റ് നിങ്ങൾ നൽകിയാൽ മതി. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നൽകിക്കൊണ്ട് പുതിയ സ്കൂളിൽ അഡ്മിഷൻ നേടണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എക്സ്ട്രാ ഫീസും അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ PTA ഫണ്ട് എന്നിവയും മുൻപ് അഡ്മിഷൻ നേടിയ സ്കൂളിൽ അടച്ചതിൻ്റെ അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൂടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ജൂലൈ 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മുൻപ് കിട്ടിയതും ഇപ്പോൾ കിട്ടിയതും റദ്ദ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ജൂലൈ 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ട്രാൻസ്ഫർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്കോ കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ എവിടെയും ലഭിച്ചിട്ടില്ല. അതായത് നിലവിലെ സെയിം സ്കൂളിലാണ്, അതായത് നോ ട്രാൻസ്ഫർ എന്നാണ് അതായത് ഒരു ടൈമിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്കൂളൊന്നും കണ്ടിട്ടില്ല ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും മാറ്റം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.